ഹായ്, വെൽക്കം ടു നിഷ സ്ട്രീംസ്. ഇന്ന് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഓണക്കോടി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് പേർക്ക് ഓണക്കോടി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഓണക്കോടി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനൊരു 5 പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലൊരു 5 പേരെന്നാണ് ഡിസൈഡ് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഞാൻ 5 പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 5 പേരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിൽ 5 പേരെന്നാണ് ഡിസൈഡ് ചെയ്തിരുന്നത്. അപ്പം ആ 5 പേരെ സെലക്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ 5 പേരെ ഡിസൈഡ് ചെയ്ത് പേര് പറയുന്ന ഒരു കാര്യമാണ് ഈ കമൻറ്റ് ചെയ്തിരുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവർക്കെല്ലാവരുടെയും ഒരു മുഖത്ത് ഒരു ചെറിയ സന്തോഷം കൊടുക്കാൻ പറ്റിയാൽ നമുക്കൊരു സന്തോഷമല്ല. ആരുടെയെങ്കിലും മുഖത്ത് നമുക്ക് ഒരാൾക്കൊരു ചെറിയ സന്തോഷം കൊടുക്കാൻ പറ്റുന്നൊരു വലിയ കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാനിങ്ങനെ മൊത്തം ഒരു 115ഓളം കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ചിലർക്ക് ഇങ്ങനെ ചിലരെന്നല്ല മോസ്റ്റ്ലി എല്ലാവരും ഗിവ് അവേ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈസൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ചെയ്യുന്നത് ഇങ്ങനെ കമൻറ്റ് പിക്കർ ആപ്പ് വഴിയൊക്കെയാണ് ഗീവ് അവേ സെലക്ട്. കാരണം നമുക്കിങ്ങനെ നോക്കി ആർക്ക് കൊടുക്കണം എന്ന് ഡിസിഷൻ എടുക്കൽ കുറച്ച് പാടാണ്. അപ്പം കമൻറ്റ് പിക്കർ ആപ്പ് വഴി ഒരു പിക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, എനിക്ക് ഓണക്കോടി ഇപ്രാവശ്യം എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നത്. അപ്പം വന്ന കമൻസിൽ കുറേ പേരൊക്കെ എനിക്ക് ആവശ്യമില്ല, പക്ഷേ ഞാൻ വെറുതെ കമൻറ്റ് ചെയ്യാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അപ്പം ജെനുവിനായിട്ട് പക്ഷെ നമ്മളെ വീഡിയോ കാണുന്നവരുമാണ്, പക്ഷെ വെറുതെ അങ്ങനെ കമൻസ് നോർമലായിട്ട് കമൻറ്റ് ചെയ്യുന്നവരാണ് വീഡിയോ ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാനങ്ങനെ പിക്കർ വഴി എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കമൻസിനാണ് ആ ലോട്ട് വരുന്നതെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കാനും പറ്റത്തില്ല. അപ്പം ജെന്യുവനായിട്ട് കൊടുക്കണം, ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം ഞാനിങ്ങനെ വിചാരിക്കും, നമ്മളെ ഓരോന്നും ഈശ്വരൻ പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും വേണം. ഞാൻ വലിച്ചു നീട്ടുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം അങ്ങനെ ഇടയ്ക്ക് കുറേ കമൻസ് കാണുന്നുണ്ട്, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഒത്തിരി വലിച്ചു നീട്ടുന്നുണ്ട്. അതെൻ്റെ ഒരു അവതരണ രീതിയാണ്. അത് നിങ്ങൾക്ക് ബോറാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യുക. കാരണം എനിക്കിങ്ങനെ പറയാൻ അറിയുന്നുള്ളൂ. പറയേണ്ട കാര്യങ്ങൾ ക്രിസ്പായിട്ട് പറയണം, ഒറ്റ വാക്കിൽ പറയണം വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇത്രയും കമൻസ് വന്നതിൽ നിന്ന് ശരിക്കും കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഭയങ്കര ആഗ്രഹത്തോടെ പറഞ്ഞ ഒരു 15 പേരുടെ പേരാണ് ഞാൻ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്. അതിൽ നിന്നും പിന്നെ ഞാനിങ്ങനെ വീണ്ടും ആ കമൻസ് എല്ലാം ഒന്നുകൂടെ വായിച്ച് കുറേ നമുക്കിങ്ങനെ പാടാണ് അതിൽ നിന്നും പിന്നെ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഞാനതിങ്ങനെ വീണ്ടും വായിച്ച് അതിൽ നിന്ന് ഞാൻ പിന്നെ ഒരു 10 പേരുടെ പേര് ഞാൻ തന്നെ എഴുതി വെച്ചു. പിന്നെ ഞാൻ ലാസ്റ്റ് ആ 10 പേരുടെ നിന്ന് ഒരു 5 പേരെ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ മുരളിയേട്ടനോട് പറഞ്ഞത്. കാരണം എനിക്ക് പിന്നെ കൺഫ്യൂഷനാണ്, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ പിന്നെ 5 പേരുടെ ആക്കും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ത് റീസൺ കൊണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് എനിക്ക് അങ്ങനെ പറ്റുന്നുണ്ടായില്ല. അങ്ങനെയുള്ളൊരു എനിക്ക് നമുക്ക് നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, എല്ലാവർക്കും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ യൂട്യൂബ് ഇത് മാത്രമല്ല, നമ്മളല്ലാതെ നമ്മുടെ ചുറ്റിനുമുള്ള ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ചെയ്യണ്ടേ. അപ്പം എനിക്ക് ചെയ്യണമെന്ന് പെട്ടെന്ന് ആഗ്രഹം വന്ന ഒരിതാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും ചെയ്യണമല്ലോ. അപ്പം ഒരു 5 പേർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പം ജെനുവിനാണ്, എല്ലാവരും ജെനുവിൻ റീസൺസ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള എനിക്ക് പറ്റുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 പേർക്കാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം കിട്ടാത്തവർ എന്നല്ല, ബാക്കിയുള്ളവർക്ക് വിഷമാവുകയാണെങ്കിൽ നമ്മൾ ഞാനങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അടുത്ത ഓണത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല, ഈശ്വരൻ തോന്നിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും അതിനുള്ള ഒരു അവസരം ദൈവം തരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം എല്ലാവർക്കും നല്ലതായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞ ഞാനങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതൊന്നും ഉള്ളൊരാളല്ല. നമ്മുടെ മനസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈശ്വരൻ
തോന്നിപ്പിക്കുന്നേ ഉള്ളൂ. അതിനുള്ളൊരു വലിയൊരു ഇതൊന്നും എനിക്കില്ല. കാരണം ഇത് ചെയ്യുന്ന എൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങളൊരിക്കും ഭയങ്കര ഇതാണ്, അങ്ങനെ ഒന്നുള്ളൊരു ഇതുമല്ല. നിങ്ങൾക്കറിയാം ഒരു ചെറിയ ഇതിൽ ഞാനിങ്ങനെയൊക്കെ മനസ്സിന് സന്തോഷം കിട്ടാനായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നെ കൊണ്ട് പറ്റുന്നത്. അപ്പം ലിമിറ്റേഷനിൽ ചെയ്യുന്നതാണ്. അപ്പം അത് എല്ലാവരും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നത്. നാളെ എല്ലാവർക്കും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു 5 പേരെ സെലക്ട് ചെയ്തതാണ്. ബാക്കിയുള്ളവർക്ക് എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ളൊരു അവസരം ഈശ്വരൻ ഉണ്ടാക്കി തരട്ടെ. അപ്പം സെലക്ട് ചെയ്തവരുടെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് പിന്നെ ഫൈനൽ മുരളിയേട്ടനാണ് കമൻറ്റും ഇതൊക്കെ വായിച്ചു കൊടുത്തിട്ട് പിന്നെ മുരളിയേട്ടനാണ് ലാസ്റ്റ് 5 പേരെ സെലക്ട്. പ്രാവശ്യത്തെ ഓണക്കോടി നിഷാസ് ഡ്രീംസിൻ്റെ ഓണക്കോടി കിട്ടാൻ പോകുന്ന 5 പേരുടെ പേരും അവരുടെ കമൻറ്റ് ഉൾപ്പെടെ. കാരണം ഞാൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് നിങ്ങളെല്ലാവരും അറിയണം. എന്തുകൊണ്ട് ഞാനെന്നല്ല, ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് മുരളിയേട്ടനാണ് ഫൈനൽ എടുത്ത്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള റീസൺ എല്ലാവരും അറിയണ്ടേ. അപ്പം അതും അവരുടെ പേരും വായിക്കണം. അവർ ദയവ് ചെയ്ത് കേൾക്കണം. കേട്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവർ അത് അറിയിക്കെങ്കിലും വേണം. കാരണം എനിക്ക് നിങ്ങൾ മെയിൽ അയച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഓണത്തിന് മുമ്പ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓണക്കോടി എത്തിക്കണം. ഫസ്റ്റ് പേര് സുനിത രാജേഷ് കുമാർ. സുനിത രാജേഷ് കുമാർ, കൺഗ്രാജുലേഷൻസ്. സുനിത രാജേഷ് കുമാറിൻ്റെ കമൻറ്റ് ഞാൻ വായിക്കാം. ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. വീഡിയോ കാണാറുണ്ട് പണ്ട് തൊട്ടേ. ഒരു പോസിറ്റീവ് വൈബാണ് നിഷയെ കാണുമ്പോൾ. ഗോഡ് ബ്ലസ് യു. ഓണക്കോടി എടുത്തില്ല. ഹസിൻ്റെ അച്ഛൻ മരിച്ചതിനാൽ ഈ വട്ടം ഓണം ഇല്ല. അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിക്കൊടുക്കണമെന്നുണ്ട്. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കണം. അച്ഛനും ഏട്ടന്മാരും ഞങ്ങളെ വിട്ടുപോയി. അമ്മയുടെ 77ാം പിറന്നാൾ ഒക്ടോബർ 5-നാണ്. ഓണക്കോടി കിട്ടിയാൽ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിങ്ങനെ കുത്ത്. അപ്പോൾ എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. നിങ്ങൾക്കും അത് കേട്ടപ്പോൾ വായിച്ചപ്പോൾ കുറച്ച് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നി. സെക്കൻഡ് വിന്നർ ബിൻസി ജോസ്. ബിൻസി ജോസിൻ്റെ കമൻറ്റ് ഞാൻ വായിക്കാം. ഓണക്കോടി എടുക്കുന്നില്ല ചേച്ചി, തരാമെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് സന്തോഷം, വീഡിയോ അടിപൊളിയാണ്. അപ്പോൾ ബിൻസി ജോസിൻ്റെയും ഇങ്ങനെ ഞാൻ വേറെ ഒത്തിരി 2-3 പേരുമായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന്. അവസാനം മുരളിയേട്ടനാണ് പറഞ്ഞത് ബിൻസി ജോസ് നമ്മുടെ പഴയ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പം മുരളിയേട്ടനാണ് ബിൻസി ജോസിൻ്റെ പേര് അവസാനം എത്തിയത്. കൺഫ്യൂസ്. കാരണം ബിൻസി ജോസ് വേറെ 2-3 ഞാൻ പേരൊന്നും പറയുന്നില്ല, വേറെ 2-3 പേരുമായിട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇതിൽ ആരുടെ പേര്. കാരണം വേറെ എനിക്ക് 3-4 പേരുടെ കമൻറ്റ്സ് ഭയങ്കര ഇതായിട്ട് തോന്നി. പക്ഷെ എനിക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാനായിട്ടുള്ള ഇത് എൻ്റെയിലും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. മുരളിയേട്ടാ പറഞ്ഞ് ഇത് പഴയൊരു സബ്സ്ക്രൈബറാണ്. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ ഓണക്കോടി എടുക്കുന്നില്ല, തരാമെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് അത്രയും പ്രതീക്ഷയിലാണ് ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഉറപ്പ്, പ്രതീക്ഷ അതൊക്കെ ഞാൻ അതിൽ കണ്ടു. അപ്പം ആ ഒരു മനസ്സും എനിക്ക് ആ കമൻറ്റിൽ എനിക്ക് ഫുൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഞാൻ. അപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞു ഓക്കെ ഇത് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിൻസി ജോസ്, കൺഗ്രാജുലേഷൻസ്. തേർഡ് വിന്നർ ഷൈജ വർഗീസ് 4829. ഷൈജ വർഗീസ് കൺഗ്രാജുലേഷൻസ്. ഷൈജ വർഗീസിൻ്റെ കമൻറ്റ് ഞാൻ വായിക്കാം. ഹാപ്പി ഓണം അഡ്വാൻസ്ഡായി. നിഷ, മുരളിയേട്ട ആൻഡ് നന്ദൂട്ടി പറഞ്ഞ പോലെ നിഷയുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മുരളിയേട്ടൻ്റെ സംസാരം ഒരുപാട് ഇഷ്ടമാണ്. നിഷ പറഞ്ഞ പോലെ മുട്ടുവേദനയ്ക്ക് ക്വിക്ക് ഓയിൽ വാങ്ങി പുരട്ടി നല്ല ആശ്വാസമുണ്ട്. താങ്ക്സ് ഡിയർ. നിഷയുടെ വീഡിയോ എനിക്കും നോട്ടിഫിക്കേഷൻ വരാറില്ല. അതെന്താ നോട്ടിഫിക്കേഷൻ വരാത്ത? ബെല്ലൈക്കണിൽ ഓളാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. കുറേ പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണിൽ ഓളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്തിട്ട് ഒന്നുകൂടി എനേബിൾ ചെയ്ത് നോക്ക്. പിന്നെ നിഷ എനിക്ക് സെറ്റും മുണ്ടും ഒരെണ്ണം ഈ ഓണത്തിന് തരുമോ? എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് നിഷയുടെ ഈ വീഡിയോ കണ്ടത്. അവൈറ്റിങ് യുവർ ഫീഡ്ബാക്ക്. പിന്നെ ഇങ്ങനെ തൊഴുതിട്ട് അതൊക്കെ. അപ്പം അതും എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കൊടുക്കണം എന്ന് അത് അത്ര റിക്വസ്റ്റോടുകൂടി ചോദിച്ചുകൊണ്ടാണ് ഞാനത് കൊടുക്കാമെന്ന ഷൈജ പേര് ഡിസൈഡ്. അപ്പം തേർഡ് വിന്നർ, കൺഗ്രാജുലേഷൻ. അടുത്തത് ഫോർത്ത് ജിജി ബിനോ 6419. അപ്പം കമൻറ്റ് വായിക്കാം. നിഷയുടെ വീഡിയോസ് ഇഷ്ടം, ഓണക്കോടി എടുക്കാറില്ല, വയസ്സായില്ലേ എന്ന് ചോദിക്കും. അപ്പം അത് ശരിയല്ലേ? നമ്മൾ കുറേ പേരൊക്കെ ഇങ്ങനെ ഹസ്ബൻഡുമാരോട് ഓണക്കോടി എടുക്കണമെന്ന് കുറേ ഹസ്ബൻഡ് വയസ്സായില്ലേ ഇനി എന്തിനാ ഓണക്കോടി, അതും കുറേ പേര് അങ്ങനെ ഉണ്ടാവും. അപ്പം ജോലിയൊക്കെ നമുക്കുണ്ടെങ്കിൽ എടുക്കാം.
അങ്ങനെ കുറേ ലേഡീസ് നമുക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം മുരളിയേട്ടനെയും നിഷയെയും ഇഷ്ടം, ഞാൻ വീഡിയോ കാണും, ലൈക്ക് ചെയ്യും. അപ്പം ജിജി ബിനോയ് സെലക്ട് ചെയ്യാനുള്ള റീസൺ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഹസ്ബൻഡിനോട് പറയുമ്പം വയസ്സായാലും ഇനി എന്തിനാ, ജോലിയൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ജിജിക്ക് കൊടുക്കാനുള്ള ഒരു ജെന്യുവൻ റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ജിജി, ഇപ്രാവശ്യം ഓണക്കോടിയൊക്കെ ഇട്ട് സുന്ദരിയായി ഫോട്ടോ ഒക്കെ എടുക്കുക. നെക്സ്റ്റ് നമ്മുടെ 5th വിന്നർ ശ്രീലത പങ്കജാക്ഷൻ. ശ്രീലതയുടെ വായിക്കാവേ. നിഷ, നല്ല തീരുമാനം, എനിക്ക് വേണ്ട. ഓണം ആഘോഷിക്കാൻ കഴിയാതെ സ്വന്തം അച്ഛൻ വെന്റിലേറ്ററിൽ അമൃത ആശുപത്രിയിൽ കിടക്കുന്ന ഒരു മോളുണ്ട്, 20 വയസ്സ്. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാണ്. 1 മാസമായി വെന്റിലേറ്ററിലാണ്. കർഷക കുടുംബമാണ്. ഒരു ദിവസത്തെ മരുന്ന് മാത്രം 70,000 രൂപ വരും. ആശ്രമത്തിൽ നിന്ന് ചെറിയ സഹായം കിട്ടുമായിരിക്കും. അപേക്ഷ നൽകിയിട്ടുണ്ട്. സ്വന്തം അച്ഛൻ്റെ പ്രാണന് വേണ്ടി ഡോക്ടറിൻ്റെ കാലിൽ വീണ് കരഞ്ഞ ആ കുട്ടി മനസ്സിൽ നിന്ന് മായുന്നില്ല. അവൾക്ക് ഒരു ഓണക്കോടി കൊടുക്കുമോ? എന്നെ വിളിച്ചെന്നും അവൾ അച്ഛൻ്റെ അവസ്ഥ പറയും. ഞാൻ ആശ്വസിപ്പിക്കും. ഇപ്പോൾ അല്പം കുറവുണ്ട്. 52 വയസ്സാണ് അച്ഛൻ്റെ പ്രായം. അപ്പം ശ്രീലതയ്ക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഓണക്കോടി അയക്കാനാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ശരി, ആ കുട്ടിക്ക് ഒരു ഓണക്കോടി നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുന്ന കുട്ടിയാണ്. ശ്രീലത പറ്റുന്ന പോലെയൊക്കെ കുട്ടി ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നും പറഞ്ഞു. ഇതേപോലെ ആശ്രമത്തിൽ നിന്നും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പൈസ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി ഓണക്കോടി എടുക്കുന്നതിനെ പറ്റി സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടാകത്തില്ല. ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പൈസയായിരിക്കും കിട്ടുന്നത്. ഓണക്കോടി ഒന്നും അവർ എടുക്കത്ത പോലും ഉണ്ടാവില്ല. അപ്പം ആ കുട്ടിക്ക് സർപ്രൈസ് ആയിട്ടൊരു ഓണക്കോടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമല്ലേ, അതൊക്കെ വലിയ ഒരു സന്തോഷമല്ലേ, പെട്ടെന്നൊരു ഓണക്കോടി കിട്ടുക. ശ്രീലത കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെനിക്ക് ചെയ്യണം എന്ന് തന്നെ, അത് ഏതായാലും സെലക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഏതായാലും എഴുതി വെച്ചൊരു കമൻറ്റാണ്. അപ്പം ശ്രീലതയാണ് നമ്മുടെ ഫൈനൽ വിന്നർ. നമ്മുടെ 5 പേർക്കും സന്തോഷമായി. കൺഗ്രാജുലേഷൻസ്, എല്ലാവർക്കും ഒന്നുകൂടെ കൺഗ്രാജുലേഷൻസ്. അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 5 പേരും എൻ്റെ ഇമെയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. nisha.murali.nandu@gmail.com ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമെയിൽ ഉണ്ട്. കറക്റ്റ് സ്പെല്ലിംഗ് നോക്കി അയക്കണേ. ഇപ്പം തന്നെ വീഡിയോ കണ്ട ഉടനെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, PO ബോക്സ് ഉൾപ്പെടെ അയക്കണം കേട്ടോ. കംപ്ലീറ്റ് അഡ്രസ്സ്, കാരണം നിങ്ങൾക്കൊരു കൊറിയർ വരുമ്പം വേണ്ട PO ബോക്സ് വേണം, ഫോൺ നമ്പർ വേണം, അത് മറക്കരുത് ആരും. കംപ്ലീറ്റ് അഡ്രസ്സ് ഇപ്പം തന്നെ അയക്കണം. എന്നാലേ എനിക്ക് നാളെയോ മറ്റന്നാളോ കൊറിയർ അയക്കാൻ പറ്റൂ. പിന്നെ ഞാൻ ഈ ഓണക്കോടി അയക്കുന്നത് അമ്മയുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അമ്മയുടെ വിമൻസ് സോൺ കടയിൽ നിന്നാണ്. അപ്പോൾ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഫ്രീ ആയിട്ടൊന്നും അല്ല, അമ്മയ്ക്ക് ഫ്രീ ആയിട്ടൊന്നും അയക്കാൻ സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് ഞാൻ ഇതിൻ്റെ എല്ലാം പൈസ കൊടുക്കണം. ഫ്രീ ആയിട്ട് അയച്ച അമ്മേനെ ഓടിക്കും. അപ്പം അമ്മയുടെ ഷോപ്പിൽ നിന്നുള്ള ഗിഫ്റ്റാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പം നിങ്ങൾ അഡ്രസ്സ് അയച്ചു തന്നിട്ട് വേണം എനിക്ക് അമ്മയ്ക്ക്, കാരണം അമ്മയെക്കൊണ്ട് ഇത് അയപ്പിക്കൽ വലിയ പ്രൊസീജിയറാണ്. ഞാൻ തന്നെ അയക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു സെയിൽ അയക്കട്ടെ, അമ്മയ്ക്ക് ആവാക ആ ഇതിൽ ഒരു സെയിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ഒരിതിന് നല്ല അമ്മയ്ക്കും, ഞാൻ വേറെ എവിടെന്നെങ്കിലും മേടിച്ച് അയക്കുമ്പോൾ ആ കടക്കാർക്കല്ലേ നല്ല, അമ്മയുടെ കടയിൽ നിന്ന് തന്നെ മേടിച്ച് അയക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു സെയിൽ കിട്ടും എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഷോപ്പിൽ നിന്ന് അയക്കാന്ന് വെച്ചത്. പക്ഷെ അമ്മയെക്കൊണ്ട് നിങ്ങളുടെ അഡ്രസ്സ് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്ത് അമ്മയെക്കൊണ്ടാണ് കൊറിയർ അയപ്പിക്കേണ്ടത്. അപ്പം കുറച്ച് സമയം എടുക്കും അമ്മയെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കണമെങ്കിൽ. അപ്പം പ്ലീസ് എല്ലാവരും പെട്ടെന്ന് തന്നെ, ഈ വിന്നേഴ്സ് എല്ലാവരും പെട്ടെന്ന് തന്നെ എനിക്ക് ഇപ്പം കണ്ട ഉടനെ തന്നെ വൈകിക്കാതെ ഫുൾ ഡീറ്റെയിൽസ് അഡ്രസ്സ് അയച്ചു തരിക. അപ്പം നിങ്ങൾക്ക് ഓണത്തിന് മുമ്പ് ഇടണമെങ്കിൽ, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞ് കിട്ടിയത് എനിക്ക് വിഷമായി പോകും. പിന്നെ എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ അയക്കണം കേട്ടോ. ഞാനിതിൽ യൂട്യൂബിലൊന്നും കൊടുക്കാനല്ല, എൻ്റെ ഒരു സന്തോഷത്തിനാണ്. അപ്പം ആരും പബ്ലിക്കായിട്ട് ഫോട്ടോ വരുമെന്ന് പേടിച്ച് അയക്കാതിരിക്കരുത്. എനിക്കത് കാണുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങും കൊടുക്കുകയൊന്നുമില്ല. മെയിൽ അയച്ചു തന്നാൽ മതി. എനിക്ക് കാണുമ്പം ഒരു ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. അപ്പം വിമൻസ് സോണിൽ നിന്നുള്ള ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പം അമ്മമാർക്കെന്ന് പറയുന്നവർക്ക് ഞാൻ സെറ്റ് മുണ്ട് അയക്കാം. ബാക്കിയുള്ളവർക്ക് സാരി മതിയായിരിക്കുമല്ലോ. ഒരു കുട്ടിയുണ്ട്, 20 വയസ്സായ കുട്ടി. ആ കുട്ടിക്ക് അപ്പം ചുരിദാർ മെറ്റീരിയൽ ആയിരിക്കും ഇഷ്ടം എന്ന് തോന്നുന്നു, അറിയില്ല. അതോ സാരി മതിയോ, ഞാൻ ഡിസൈഡ് ചെയ്യാം.
എന്നിട്ടിപ്പം വേഗം നാളെ തന്നെ അയക്കണം എന്നാണ് എൻ്റെ വിചാരം. നാളെ മറ്റന്നാളോ അമ്മയെ കൊണ്ട് അയപ്പിക്കണം. സെലക്ഷൻ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ വീഡിയോ കോൾ വഴിയൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്. 20 വയസ്സായ കുട്ടിയുടെ മാത്രമാണൊന്ന് മാറ്റേണ്ടത്, ചുരിദാർ വേണോ സാരി വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പം എനിക്ക് വന്നു. ബാക്കിയൊക്കെ ഡിസൈഡ് ചെയ്ത് വെച്ചതുപോലെ തന്നെ ഞാൻ അയക്കാനാണ് വെച്ചേക്കുന്നത്. വേഗം തന്നെ ചെയ്യുക. എല്ലാവരും ഹാപ്പിയായി കാണുന്നു വിചാരിക്കുന്നു. ഞാൻ ഹാപ്പിയായി. ബൈ.